എൻ്റെ മകനെ ഹോസ്പിറ്റലിൽ നിന്നും അന്തവളിയെ ഹോസ്പിറ്റലിൽ നിന്നും പാക്ക് ചെയ്ത് അവനെ കൊല്ലത്തോട്ട് വിട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു ശോഭയിൽ നിന്നുണ്ടായ ആ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കി ശോഭ കളിച്ചിട്ടുള്ള ഗെയിമിന് എനിക്കൊരു വിഷയമില്ല. അവൻ ആശുപത്രിയിൽ അവനെ കൊണ്ടുപോയ ഒരു സമയത്ത് ആ ശോഭ പറഞ്ഞ വാചകം ഇന്നും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതായത് നമ്മളെ ബിഗ് ബോസിൽ നിന്ന് അവനെ പാക്ക് ചെയ്ത് കൊല്ലത്തോട്ട് പോ എന്ന് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ശോഭ പറഞ്ഞത് അതല്ല. ആശുപത്രിയിൽ നിന്നും അവനെ അവിടുന്ന് പാക്ക് ചെയ്ത് അവൻ കൊല്ലത്തോട്ട് വിടുക എന്നാ പറഞ്ഞത്. ജുനൈസിനെ തന്നെ പിടിച്ച് തള്ളിയ ഒരു വിഷയം. അതിനകത്തും ബിഗ് ബോസ് ശക്തമായ തീരുമാനം എതിരെ ഉണ്ടായാലും ഞാൻ ആരെയും കുറ്റം പറയത്ത് കൊടുക്കത്തൊന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യന് ഒരു അസുഖം വരുമ്പോഴും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എത്ര ശത്രു ആണെങ്കിലും നമ്മൾ അവനോട് എത്ര ശത്രുത ഉണ്ടെങ്കിലും ആ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ശത്രുത ആരോടും പറയാറില്ല. അത് ഒരിക്കലും ഞാനൊരു കാരണവശാലും പുറത്തില്ല. ഞാൻ അവരെ ഇതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ച് ശക്തമായിട്ട് ഞാൻ പറഞ്ഞതാ. ഇതിനെതിരെ ഏഷ്യാന്റെ നമ്പരാ ഞാൻ സംബന്ധിച്ച് എനിക്ക് ഈശ്വരനെ അല്ലാതെ ഈ ഭൂലോകത്ത് ആരെയും ഭയമില്ല. എന്നിൽ നിന്ന് ജനിച്ചവനാവൻ. അവനും നല്ല കാര്യങ്ങൾക്ക് ആരെയും ഭയക്കാറില്ല. നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഈശ്വരനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കപ്പ് അവന് തന്നെ കിട്ടുമെന്നാണ് നമ്മളെ പൂർണ്ണ വിശ്വാസം. പിന്നെ അതല്ല അതിനപ്പുറം നടക്കുമെന്നുണ്ടെങ്കിൽ നമുക്കതി പരാതിയൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് നമ്മൾ ഹൃദയം പൊട്ടി മരിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ മകൻ ബിഗ് ബോസിനകത്ത് കയറുന്നത് തന്നെ മഹാത്ഭുതം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അഖിൽമാരാണ്. ആ ജനങ്ങൾ തന്നെ അവനെ ഉയർത്തി കപ്പ് മേടിച്ചോണ്ടേ അവരെ പറഞ്ഞു കൊടുത്തുള്ളൂ. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസാദമായിട്ടാണ് ഞാൻ എൻ്റെ മൂത്ത മകനെ കണ്ടിട്ടുള്ളത്. അതൊരു രഹസ്യമാണ്. അച്ഛാ, അമ്മേ, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിട്ട് 100ാമത്തെ ദിവസം എത്താൻ പോവുകയാണ്. ഗ്രാൻഡ് ഫിനാലിക്ക് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അഖിൽ മാരാർ എന്നൊരു വ്യക്തി ഇപ്പം കേരളത്തിൽ തരംഗമായിരിക്കുകയാണ്. മലയാളികൾ നെഞ്ചിലേറ്റിരിക്കുകയാണ് നിങ്ങളുടെ മകനെ. ഈ ഒരു മൊമെന്റിൽ ഇപ്പം ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹം കപ്പ് ഉയർത്തും, ലാലേട്ടന്റെ വലതുവശത്ത് നിന്നുകൊണ്ട്. ഈ ഒരു അവസരത്തിൽ രണ്ടുപേർക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്നു ഈ അവസരത്തിൽ. സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും അതിലേറെ അഭിമാനവും ഞങ്ങളുടെ മോനെ ഓർത്ത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇതിനപ്പുറം ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല. ജനങ്ങൾ കാണിക്കുന്ന ആ സ്നേഹം എന്ന് പറയുന്നത് കാണുമ്പോഴാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അല്ല മകൻ ബിഗ് ബോസിനകത്ത് നിൽക്കുന്നു, പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, അതല്ല. അമ്മയ്ക്ക് എന്താ പറയുക? കാരണം ഇവിടെ വരുമ്പോൾ ഒരു കണ്ണ് നിറയുന്ന ഒരു അവസ്ഥയാണല്ലോ അമ്മയ്ക്കൊക്കെ. അത് സന്തോഷം കൊണ്ടാണ്. നമ്മൾ വാക്കുകളൊന്ന് പറയുമ്പോഴത്തേന് എൻ്റെ മോനെ ജനങ്ങൾ ഇത്രത്തോളം ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, ഇതെല്ലാം കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നതാണ് സന്തോഷം കൊണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും അഭിമാനവുമാണ്. ഈ ജനങ്ങളുടെ അടുത്ത് ഞങ്ങൾ എങ്ങനെ അവർക്ക് നന്ദി പറയണമെന്നോ അവരുടെ അടുത്ത് ഞങ്ങളൊക്കെ എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണമെന്നോ ഞങ്ങൾക്കറിയത്തില്ല. ഇത്രത്തോളം ജനങ്ങൾ എൻ്റെ മോനെ സ്നേഹിച്ച് അവനെ സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുക. ഞങ്ങളെയൊക്കെ അഭിമാനിക്കുന്നത് ഈ നാട്ടിലെന്നല്ല പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരും അവനെ ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും അവനിലൊന്നും തോന്നുന്നില്ല. കാരണം ജനങ്ങൾ അവനെ ഇത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഞങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്ന അഖിൽമാരാരെ. അദ്ദേഹവും ആഗ്രഹിച്ചിരുന്ന അങ്ങനെ ആയിരുന്നല്ലോ, ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരാളായി മാറുക, അവർ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരാളായി മാറുക. പക്ഷെ ഇത് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മാക്സിമം അല്ലെ, വളരെ പെട്ടെന്ന് ഒരു 3 മാസത്തിനുള്ളിൽ ഇത്രയും ഒരു തരംഗമായി മാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അല്ലല്ല, അയ്യോ, ഈശ്വരന്റെ ഒരു എന്തോ ഒരു അതിശയ ശക്തി എൻ്റെ മോനിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രത്തോളം വരാനിരിക്കുന്ന കാര്യം തന്നെ അവൻ പല കാര്യങ്ങളും പറയുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ദൈവതുല്യമായ ഒരു മോനെയാണ് മോനൊരു ജന്മം കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ എന്തോ മുജ്ജമോ എന്തെങ്കിലും സുഹൃതം ചെയ്ത് കാണും. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവത്തില്ല. എനിക്കൊരു മോനെ കിട്ടിയത്. അതെ, എല്ലാ ജനങ്ങളും പറയുന്നുണ്ടല്ലോ, 2 പുണ്യാത്മാക്കളുടെ മകനാണ് അവരിലാണ് ഇതുപോലൊരു മകൻ ഉണ്ടായത്. കേരള ജനതയ്ക്കൊക്കെ അഭിമാനമാണ് ഇതുപോലൊരു മകൻ അല്ലെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. വളരെ സന്തോഷം തോന്നുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിലാണ് എനിക്ക് അത്രയ്ക്ക് സന്തോഷം.
ഉമനല്ലൂർ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹം, ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം അത് എൻ്റെ മകന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ അച്ഛാ അതുപോലെ തന്നെ ഇപ്പൊ ഈ 100 ദിവസം ഒരുപാട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന മാക്സിമം ഒരു 100% എന്ന് പറയാൻ പറ്റില്ല, അതിലുപരി കൊടുത്തുകൊണ്ടാണല്ലോ ഇതിൽ നിന്ന്. അതുകൊണ്ടാണ് ഈ ഒരു ഷോ ഇത്രയും വലിയൊരു വിജയം മാറിയതല്ലേ. പക്ഷേ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹം പുറത്തും അകത്തും നേരിട്ടല്ലോ. അതൊക്കെ കണ്ട് വിഷമത്തിലൊക്കെയാണ് കടന്നു വന്നതല്ലേ. ഇപ്പൊ അത് ഓർക്കുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, അതൊരു വിഷമമായിട്ട് നോക്കേണ്ടുന്ന കാര്യമില്ല. ഒരു ഗെയിം കളിക്കാൻ പോയതാ, അതിനകത്ത് സന്തോഷകരമായിട്ടുള്ള കാര്യം, ദുഃഖകരമായിട്ടുള്ള കാര്യമുണ്ട്. പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്നത് പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. അത് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതും പിന്നെ അതിൽ മത്സരിക്കുന്ന ഓരോ മത്സരാർത്ഥികളുടെ വീട്ടുകാരും ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലിരിക്കുന്ന ആൾക്കാരെ ഒന്നും നമുക്ക് മോശമായിട്ട് കാണേണ്ടുന്ന കാര്യമൊന്നുമില്ല. അതായത് ഗെയിം നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാരെ എല്ലാവരും ഇഷ്ടപ്പെടും എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ കാര്യമാണ് ഈ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാം കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് നിന്ന് ഒരേ ഒരു കണ്ടക്ടന്റ് പറഞ്ഞ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇന്നും വിഷമമായിട്ടിരിക്കുന്ന ഒരു കാര്യം. അതായത് ശോഭ അവർ ആദ്യമേ കളിച്ചുകൊണ്ട് ടോം ആൻഡ് ജെറി ആ കാര്യങ്ങളിലെല്ലാം എനിക്ക് വളരെയധികം സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവൻ ആശുപത്രിയിൽ പോയ ഒരു സമയത്ത് അവനെ കൊണ്ടുപോയ ഒരു സമയത്ത് ആ ശോഭ പറഞ്ഞ വാചകം ഇന്നും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതായത് നമ്മളെ ബിഗ് ബോസിൽ നിന്ന് അവനെ പാക്ക് ചെയ്ത് കൊല്ലത്തോട്ട് പോ എന്ന് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ശോഭ പറഞ്ഞത് അതല്ല. ആശുപത്രിയിൽ നിന്നും അവനെ അവിടുന്ന് പാക്ക് ചെയ്ത് അവൻ കൊല്ലത്തോട്ട് വിടൂ എന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം ഈ വാചകത്തെ, ഈ ഒരു സംസാരത്തെ ഈ ബിഗ് ബോസോ മോഹൻലാൽ സാറോ ആരും ഇന്ന് വരെയും ചോദ്യം ചെയ്തിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും ഞാനത് സംസാരിച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഒരു വിരോധം വരെ, ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു വിരോധം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ മകനെ ഹോസ്പിറ്റലിൽ നിന്നും അന്തവളിയെ ഹോസ്പിറ്റലിൽ നിന്നും പാക്ക് ചെയ്ത് അവനെ കൊല്ലത്തോട്ട് വിടൂ ബിഗ് ബോസേ എന്ന് പറഞ്ഞ ആ ഒരു ശോഭയിൽ നിന്നുണ്ടായ ആ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കി ശോഭ കളിച്ചിട്ടുള്ള ഗെയിമിന് എനിക്കൊരു വിഷയവുമില്ല. പക്ഷേ അതൊരു അച്ഛനെന്നുള്ള നിലയിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നും കൊണ്ട് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് വളരെയധികം വേദന ഉണ്ടായപ്പോഴും ഞാൻ വിളിച്ച് ഇതിൻ്റെ വേണ്ടപ്പെട്ട 1-2 ആൾക്കാരെടുത്ത് സംസാരിച്ച് ആ പറഞ്ഞ വാചകം ഇന്നും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അത് വളരെയധികം വേദനിച്ച ഒരു കാര്യമാണ്. അതെ, ഹോസ്പിറ്റലിൽ നിന്നും അവനെ അന്തവളിയെ ഇങ്ങനെ പറഞ്ഞത്, അവനെ അന്തവളിയെ കൊല്ലത്തോട്ട് പാക്ക് ചെയ്തേക്കാൻ. ബിഗ് ബോസിൽ നിന്നും അന്തവളിയെ കൊല്ലത്തോട്ട് പാക്ക് ചെയ്താൽ പറഞ്ഞാൽ എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നും അന്തവളിയെ കൊല്ലത്തോട്ട് പാക്ക് ചെയ്യാൻ പറഞ്ഞതിനകത്ത് വളരെയധികം വേദനയുണ്ടായൊരു കാര്യമാണ്. ഞാൻ ഇത്രയും നാളെ ഒരു ചാനലിൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല. ഇത് ലാസ്റ്റ് ഒരു ഘട്ടമായതുകൊണ്ട് അത് പറയുന്നത്. അത് ശോഭ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇനി അതിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴും അത് അവർക്ക് അത് മനസ്സിലാവും. അപ്പം അവർ ജനങ്ങൾ വിലയിരുത്തിയാൽ മതി ഇതിനകത്തുള്ള. അമ്മ എങ്ങനെയായിരുന്നു അത് ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ പിന്നെ എല്ലാവരും മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഷ്ടപ്പെട്ട് വളർത്തി വരുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടായാലും അത് മാതാപിതാക്കൾ ക്ഷമിക്കും. പക്ഷേ മക്കൾ ക്ഷമിക്കത്തില്ല. പക്ഷേ മാതാപിതാക്കൾ ക്ഷമിക്കും. അവരുടെ കുറ്റങ്ങളൊന്നും നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല. അവർ നന്നായി കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവർ നന്നാവുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ എത്ര വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവതരിപ്പിക്കുന്നതിനകത്ത് ഒരു സാമാന്യ മര്യാദയുണ്ട്. ആ മര്യാദ ശോഭ പാലിച്ചിട്ടില്ല. അവിടെ ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക, അതിനെതിരെ ആ സമയത്ത് വലിയ രീതിയിലുള്ള ജനപ്രതിഷേധവും. അത് എൻ്റെ ഒരു ഞാൻ വളരെയധികം സ്നേഹിച്ച ഒരു സുഹൃത്തായിട്ട് ഇപ്പം മിണ്ടത്തില്ല ഈ ഒരു വിഷയം. അതിനപ്പുറം എൻ്റെ മകനെ അതിനകത്ത് പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് നിസ്സാരമായ കാര്യങ്ങളിൽ അലക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ട് ഒരു വിഷമം തോന്നിയിട്ടില്ല. ഒരു വിഷമവും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഗെയിമിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അത് അവർ ഗെയിമിനകത്ത് ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിൽ
പിന്നെ ജുനൈസിനെ തന്നെ പിടിച്ച് തള്ളിയ ഒരു വിഷയം. അതിനകത്തും ബിഗ് ബോസ് ശക്തമായ തീരുമാനം എതിരെ ഉണ്ടായാലും ഞാൻ ആരെയും കുറ്റം പറയത്തി കൊടുക്കത്തൊന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യന് ഒരു അസുഖം വരുമ്പോഴും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എത്ര ശത്രു ആണെങ്കിലും നമ്മൾ അവനോട് എത്ര ശത്രുത ഉണ്ടെങ്കിലും ആ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ശത്രുത ആരോടും പറയാറില്ല. പക്ഷെ ഇതാണ് അവിടെ കാണിച്ചത്. എനിക്കങ്ങനെ തോന്നിയത്. അച്ഛനും അമ്മയ്ക്കൊന്നും അതൊരു പൊറുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒരിക്കലും ഞാനൊരു കാരണവശാലും പൊറുക്കത്തില്ല. ഞാൻ അവരെ ഇതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ച് ശക്തമായിട്ട് ഞാൻ പറഞ്ഞതാ. ഇതിനെതിരെ ഏഷ്യാൻ്റെ നമ്പറാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഏഷ്യാൻ്റെ നമ്പർ ഇതാ, എനിക്ക് അവരുമായിട്ട് സംസാരിക്കണം. 100 ദിവസമായിട്ട് നമുക്ക് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ഒരു വിഷമമായിട്ട്. അത് അങ്ങേയറ്റം ഞങ്ങളെ വേദനിപ്പിച്ചു. ഇപ്പൊ അവൻ അതിനകത്ത് നിന്നും കൊണ്ട് പലപ്പോഴും സംസാരിച്ചിട്ടില്ലയോ, എനിക്ക് കപ്പല്ല പ്രധാനപ്പെട്ട വിഷയം, എൻ്റെ സ്റ്റാൻഡാണ്, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. ഇത് അഖിലേട്ടൻ ഇതുവരെയും ആ അത്തരത്തിലൊരു ഡയലോഗ് പറഞ്ഞാലും അറിയത്തില്ലല്ലോ. ഇപ്പൊ പുറത്ത് വരുമ്പോഴായിരിക്കും അഖിലേട്ടൻ ഇത് അറിയാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അല്ല, അവനെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടാലും എടുത്താലും ഒന്നും ഇതിലേക്കൂടെ കേക്ക് ഇപ്പുറത്തുള്ള കളയും. കാര്യം അങ്ങനെയുള്ളൊരു പിന്നെ മാനസിക ഒരു ഒരവസ്ഥ അവൻ പിന്നെ ശരിക്കും സംഭരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് പറ്റത്തില്ലല്ലോ. ഞങ്ങൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാ. ആ മകനെ ആ വഴി കൂടെ അങ്ങ് കൊല്ലത്തോട്ട് പാക്ക് ചെയ്തെന്ന് പറയുമ്പം ഞങ്ങൾക്ക് വേദന ഉണ്ടാവുമോ ഇല്ല? ഉണ്ടാവും. ഏറ്റവും കൂടുതൽ അതിനകത്ത് എത്രയോ അല്ലാതുള്ള വഴക്കുകളും വയ്യാവിലി അവനെ കൂട്ടത്തോടെ ആക്രമിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഒരു ചാനലുകാർ വന്ന് സംസാരിച്ചപ്പോൾ പോലും അവരെ ആരും നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല. അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് വന്നു. പക്ഷേ ഈ പറഞ്ഞ ഭാഗം ഞാൻ മരിക്കുന്നവരെയും മറക്കത്തില്ല, ഒരു കാരണവശാലും മറക്കത്തില്ല. ഏഷ്യാനെറ്റിനോട് ശക്തമായ പ്രതിഷേധമെന്ന് ഞാൻ അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ നമ്പർ വിളിച്ചു ചോദിച്ചതാണ്. പക്ഷേ നമ്പർ കിട്ടിയാരെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ആരെയും ഭയവും മറ്റൊന്നുമില്ല. ലക്ഷ്മി ചേച്ചി അകത്ത് ചെല്ലുമ്പോഴത്തേക്കും ഈ ശോഭ അടുത്ത് വന്നിരുന്ന് മാപ്പ് പറയുന്നുണ്ടല്ലോ, ഞാൻ ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാപ്പ് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നീട് പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് വരും, സാരിയൊക്കെ ആയിട്ട് വരും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അവര് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന എങ്ങനെയായിരിക്കും നിങ്ങളുടെ? അല്ല, അത് മറ്റൊരു വിഷയം. അത് നമ്മളെ വീട്ടിൽ കയറി വരുന്ന ആൾക്കാരെ നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കത്തുള്ളൂ. അതാ പിന്നെ മക്കള് മോശമായി സംസാരിച്ചു എന്ന് ചോദിച്ചു, മാതാപിതാക്കൾ എന്ത് വിളിച്ച് അവർക്ക് എന്ത് സ്നേഹമായിരുന്നു എൻ്റെ മകനോട്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ അങ്ങനെ കാണിക്കുന്നത് ശരിയാണ്. പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവളോട് ആ ശോഭ എന്ന് പറയുന്ന ആളിനോട്, ഈ ശോഭ എന്ന് പറയുന്ന വ്യക്തിയോട് ഈ ഒരു കാര്യത്തിൽ ഒഴിച്ച് ബാക്കി ഒരു കാര്യത്തിൽ പിന്നെ കുത്തി നിൽപ്പും ബാക്കി കാര്യങ്ങൾ അവരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം. വൈരാഗ്യ മനോഭാവം ആണെങ്കിൽ അത് തന്നെയാണ്. അത് അവർ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇന്ന് വരെയും ഈ ഏഷ്യാനെറ്റിനെ ഇതാരും അറിയിച്ചിട്ടില്ല. ഇത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അറിയിക്കണം എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ്. അവരോട് നേരിട്ട് ചോദിക്കണമെന്നുണ്ട് എന്തിനാണ്? ഉറപ്പായിട്ടും അന്ന് എനിക്ക് ഈ ആധികാരികമായിട്ടുള്ള നമ്പർ ഏഷ്യാനെറ്റിൻ്റെ ഞാൻ മാതൃഭൂമിയുടെ പിന്നെ ആളിനെ വിളിച്ചു, മനോരമ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. ഇവരാരും വന്ന് പരമസംതൃപ്തി എന്തോ മഹാഭാഗ്യത്തിന് ഫോൺ എടുത്തു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈശ്വരനല്ലാതെ ഈ ഭൂലോകത്ത് ആരെയും ഭയമില്ല. എന്നിൽ നിന്ന് ജനിച്ചവനാവൻ. അവനും നല്ല കാര്യങ്ങൾക്ക് ആരെയും ഭയക്കാറില്ല, നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള തൻ്റെ ഇടമായിട്ട് ഞാൻ ബിഗ് ബോസിനകത്തും കണ്ടിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ. അവൻ കൂടെ ആൾ പറയാനുണ്ട്. എനിക്ക് അപ്പല്ല പ്രധാനപ്പെട്ട വിഷയം എൻ്റെ നിലപാടുകളും ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. മനുഷ്യൻ അവനവൻ്റെ നിലപാട് നല്ല രീതിയിലാണ് പ്രയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ എല്ലാ മനുഷ്യർക്കും നല്ല കാര്യങ്ങളെ ഉണ്ടാകത്തുള്ളൂ. ഈ അവസാന നിമിഷവും അവർക്ക് ഇവനോട് ഒരു സ്നേഹമായിട്ടുള്ളതല്ല, അവര് മാറിയിരുന്ന്. അത് മാത്രമല്ല, എനിക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന്റെ തുല്യ. അതായത് പിന്നെ പ്രേം നസീർ കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് ഏറ്റവും അധികം ഏറ്റെടുത്തത് പിന്നെ മോഹൻലാലിനെയാണ്. ഞങ്ങൾ തങ്ങൾ ഒരു വയസ്സിൻ്റെ കണ്ട് വ്യത്യാസമേ ഉള്ളൂ ഈ മോഹൻലാലും ഞാനുമായിട്ട്.
പക്ഷെ എനിക്ക് അന്നേ ഭയങ്കര അതിഭയങ്കര ഇഷ്ടമാണ്. തന്നെ ഇപ്പൊ ഈ ഫിനാലെ വീക്ക് തുടങ്ങിയത് മുതലുള്ള ഒരു ചർച്ചയാണ്. കാരണം ഇപ്പൊ അഖിലേട്ടനാണ് വിന്നർ ഏകദേശം ഈ ഒരു 20 ദിവസം മുതൽ ഉറപ്പിച്ച കാര്യമാണല്ലോ. ഇപ്പൊ ഫിനാലെ വീക്ക് തുടങ്ങിയതിന് മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഡിസ്കഷനാണ്. കാരണം നമുക്ക് മുൻകാല സീസണുകൾ ഒരുപാട് അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സീസണിന് ശേഷം ഫെയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ വീക്ക് മുതലുള്ള സോഷ്യൽ മീഡിയ നടക്കുന്ന പ്രധാന സംസാര വിഷയമാണ് ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് അഖിലേട്ടനെ വിന്നറാക്കാതെ ശോഭയ്ക്ക് കപ്പ് കൊടുക്കുന്ന ഒരു സംസാരമുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ അട്ടിമറി നടക്കുന്നെങ്കിൽ നടന്നോട്ടെ. അവൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് കപ്പല്ല പ്രധാനപ്പെട്ട വിഷയം. ഈശ്വരൻ എന്ന് പറയുന്ന ഒരാള് ജനഹൃദയങ്ങളിൽ യവൻ ശരിക്കും കയറിയിട്ടുണ്ടെങ്കിൽ, ജനഹൃദയങ്ങളിൽ യവനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ഈശ്വരനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കപ്പ് യവന് തന്നെ കിട്ടുമെന്നാണ് നമ്മളെ പൂർണ്ണ വിശ്വാസം. പിന്നെ അതല്ല, അതിനപ്പുറം നടക്കുമെന്നുണ്ടെങ്കിൽ നമുക്കതി പരാതിയൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഫെയർ ആയിട്ടല്ല, ഒരു ചതിയിൽ കൂടെ ആയിരിക്കും അത്തരത്തിൽ. അങ്ങനെയാണല്ലോ ഇപ്പൊ പൊതുവെയുള്ള സംസാരം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതിയില്ല. ചതിയിൽ കൂടെ ആണ് ആരെങ്കിലും ചതിക്കാനായിട്ട് നിൽക്കുമെങ്കിൽ നമുക്ക് കയറി പറയാൻ പറ്റുമോ നീ ചതിക്കല്ലേ എന്ന്? ഓരോ മനുഷ്യൻ എന്താണോ ശീലിച്ചിട്ടുള്ളത് അവര് അതേ ചെയ്യത്തുള്ളൂ. അദ്ദേഹം വിന്നറായിട്ട് ആ കപ്പ് ഉയർത്തുന്ന മൊമെന്റിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അവരുടെ മുന്നിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നടക്കുന്നെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കുമല്ലോ. നമ്മൾ ഹൃദയം പൊട്ടി മരിക്കാനൊന്നും പോകുന്നില്ല. എന്റെ മകൻ ബിഗ് ബോസിനകത്ത് കയറുന്നത് തന്നെ മഹാത്ഭുതം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ. നാളായിട്ട് എന്റെ മോൻ ഒരു 1-2 ആഴ്ചയേ ഉള്ളൂ ജനങ്ങൾ അങ്ങനെ ഏറ്റെടുക്കാത്ത. ഈ 2 ആഴ്ച കഴിഞ്ഞപ്പം തൊട്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അഖിൽമാരാണ്. ആ ജനങ്ങൾ തന്നെ അവനെ ഉയർത്തി കപ്പ് മേടിച്ചോണ്ടേ അവരെ പറഞ്ഞു കൊടുത്തുള്ളൂ. പൂർണ്ണ വിശ്വാസമാണ് ഈ ബിഗ് ബോസിൽ പോകാൻ തന്നെ കാരണം ഈ പറയുന്ന ഈശ്വര വിശ്വാസം, ഈശ്വര കടാക്ഷം അവനിൽ ശരിക്കും ഉളവായിട്ടുണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഒരു സമയത്ത് ബിഗ് ബോസിനെ വളരെയധികം തള്ളിപ്പറഞ്ഞ അവൻ അവസാനം ഈ ബിഗ് ബോസിൽ പോകാനുണ്ടായ കാരണം ഈശ്വര കടാക്ഷം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത് ഈ കോട്ടാത്തലയുള്ള ആൾക്കാർക്ക് ഇവനെ മനസ്സിലാക്കാനും അവനെ സ്നേഹിക്കാനും എൻ്റെ മകനെ ഈ നാട്ടുകാർക്ക് എന്തോ വലിയ വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനും ഉണ്ടാവാൻ ഒരു ഭാവിയിൽ ഉള്ളൊരു വലിയൊരു വലിയ കാര്യമായിട്ട് ഞാൻ ഇതിനെ കാണുക ചെയ്യുന്നത്. അച്ഛനും അമ്മയൊക്കെ പണ്ട് അദ്ദേഹത്തിന് പല തീരുമാനങ്ങളും വിയോജിപ്പുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പം അതൊക്കെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചു. അപ്പൊ ഇപ്പൊ എന്താ തോന്നുന്നത്? രണ്ടുപേർക്ക് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ശരിയെന്ന് ഇന്നും സമ്മതിച്ചിട്ടില്ല. അവന്റെ ആഗ്രഹങ്ങൾ നല്ലതാണ് അവന് തോന്നുന്നിടത്തോളം കാലം അച്ഛനും അമ്മയും എന്നുള്ള നിലയിൽ ആ മകന് വേണ്ടി അവന്റെ ആഗ്രഹങ്ങൾ സബലീകരിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അവൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അവൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ യോജിക്കുന്നു എന്നുള്ളതല്ല. ഇനിയും നാളെ ഒരു സമയത്ത് തെറ്റ് കാണിച്ചാൽ ഉറപ്പായിട്ടും തെറ്റാണെന്ന് തന്നെ പറയും. അല്ലെങ്കിൽ അച്ഛനല്ല അമ്മയും അല്ല. ഇത്രയും ഒരു 5 സീസണിലെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു മൊമെന്റ് അഖിലേട്ടന്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളും വരുമ്പോൾ അദ്ദേഹം ഓടി വന്ന് കെട്ടിപ്പിടിച്ച് വീഴുന്ന ഒരു മൊമെന്റ്, അത് കണ്ണീരോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് അത് TV-യിൽ കൂടെ ആയിരിക്കുമല്ലോ കണ്ടത്. എങ്ങനെ എടുത്തു? അത് വീട്ടിലും അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ പോടി അത്രമാത്രം അവർ തങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പാ. ഈ പ്രത്യേകിച്ച് ഈ പെൺപിള്ളേർക്ക് പിന്നെ അച്ഛനോട് വളരെയധികം സ്നേഹം കൊണ്ടുവന്നാണ് പൊതുവെ പറയുന്നത്. അപ്പൊ അതും ഇതിനകത്തൊരു ഘടകമാണ്. പിന്നെ യവൻ എറണാകുളത്ത് നിന്ന് കൂടുതൽ സമയം എറണാകുളത്തല്ലയോ, അപ്പൊ യവനെ മിസ് ചെയ്യും. അപ്പൊ അതിൻ്റെയും ഒരു ഇതിനകത്തുണ്ടാകും. അവർ തങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയുമാണ്. അപ്പോഴങ്ങനെ കാണാതിരുന്ന് കാണുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാകുന്ന ഒരു സ്നേഹപരമായിട്ടുള്ള ഒരു നിമിഷം അവരങ്ങനെ അവർ തങ്ങളിൽ കാണുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അതവൻ്റെ ഭാര്യയായിട്ടായാലും ശരി തന്നെ, അവൻ്റെ 2 മക്കളുമായിട്ടായാലും ശരി തന്നെ, അങ്ങനെ തന്നെ. അപ്പം നേരത്തെ ഇവിടെ അവർ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നാലും എൻ്റെ അടുത്ത് ഞാൻ അവിടെ സുഖമില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് കയറി ഇരുന്നും കൊണ്ട് എടാ അപ്പൂപ്പാന്നും പറഞ്ഞ് കയറി മുഖത്ത് കുത്തിയിരുന്നു കൊണ്ട് ഇടിക്കും.
അത് അങ്ങനെ അവർ അച്ഛനും മക്കളുമായിട്ട് അങ്ങനെ അവിടെ വളർന്നു വന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. എന്തായാലും ഒരു ജനത മുഴുവൻ കാത്തിരിക്കുകയാണ് അഖിൽമാരാർ വിന്നറായി കപ്പ് ഉയർത്തിക്കൊണ്ട് കേരളത്തിലേക്ക് മടങ്ങി വരാനായിട്ട്. ഒരുപാട് നന്ദിയുണ്ട്, രണ്ടുപേരോട് ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലൊരു മകനെ കേരളത്തിന് മലയാളികൾക്ക് തന്നതിന്. നമ്മളും കാത്തിരിക്കുകയാണ് അദ്ദേഹം വിജയിച്ച് വരുന്നത് കാണാനായിട്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ ആശംസകളും നേരുന്നു. ഇത്രയും നേരം ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട് അച്ഛനോടും അമ്മയോടും. താങ്ക് യു. അങ്ങനെയുള്ളൊരു മകനെ ഉമവല്ലൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി എനിക്ക് സമ്മാനിച്ചതിൽ ഞാൻ എൻ്റെ ബാലമുരുകനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസാദമായിട്ടാണ് ഞാൻ എൻ്റെ മൂത്ത മകനെ കണ്ടിട്ടുള്ളത്. അതൊരു രഹസ്യ, അത് ഞങ്ങൾ തങ്ങൾ പറഞ്ഞത്.